കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. നിയമങ്ങൾ പാലിക്കാതെ ഹൈവേയിൽ പാർക്ക് ചെയ്ത 18 ചക്ര നാഷണൽ പെർമിറ്റ് ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ കരുളായി വരക്കുളം സ്വദേശി മങ്ങാട്ടുശാലി അബ്രഹിമാനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെ പൂക്കോട്ടുംപാടം എടക്കര ഹൈവേയിൽ വരക്കുളം ടർഫിന് സമീപമാണ് അപകടം നടന്നത്. ജൽജീവൻ മിഷനായി സ്ഥാപിക്കാൻ ഭീമൻ പൈപ്പുകളുമായാണ് രാത്രിയിൽ ലോറി എത്തിയത്. ഇത് റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ മാനദണ്ഡവും പാലിച്ചിരുന്നില്ല. പള്ളിയിൽ നിന്ന് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് മടങ്ങവേ റോഡിൽ നിർത്തിയിട്ട് ലോറി കാണാതെ ബൈക്ക് ഇതിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. ഉടനെ കരുളായിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പൂക്കോട്ടുംപാടം എടക്കര ഹൈവേയിൽ ഇത്തരത്തിൽ ലോഡുമായി എത്തുന്ന ലോറികൾ പതിവാണ്. എന്നാൽ ബന്ധപ്പെട്ടവർ പാർക്കിംഗ് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ രീതിയിൽ വാഹനങ്ങൾ നിർത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കാണ് കാരണമാവുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 10 ശേഷമാണ് ഈ വണ്ടി ഇവിടെ നിന്നത്. അതാരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ വണ്ടി നിർത്തുമ്പോൾ ഒരു സിഗ്നൽ എന്തെങ്കിലും കൊടുക്കണം. ഇത് കൊടുക്കാതെ വരുമ്പോൾ ഈ ബൈക്ക് യാത്രക്കാർക്ക് മഴ പെയ്താൽ കണ്ണ് കാണില്ല മുന്നിൽ കൊല്ലാതെ. അങ്ങനെ പറ്റിയ അപകടമാണ്. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഇതിന് മുന്നേ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. നമ്മളെ കർണായിൽ നിന്ന് പോരുമ്പോൾ ബൈപ്പാസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിരുന്നു. അന്ന് ഞാനാണ് അവരോട് വണ്ടി മാറ്റി നിർത്താൻ പറഞ്ഞത്. എന്നിട്ടാണ് അവർ മാറ്റി നിർത്തിയത്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ വലിയ വിഷയങ്ങളുണ്ടാവും. ഈ വണ്ടി റോഡിലാണ് കിടക്കണത്. ലോറി വണ്ടി റോഡിലാണ് നടക്കുന്നത്. പകുതി മുക്കാൽ ഭാഗം റോഡ് ഫുള്ളല്ലേ? ഭാഗം ഇത് വൺ സൈഡ് റോഡല്ലേ. അപ്പോൾ ചിന്തിക്കണ്ട, ഒരു എന്തെങ്കിലും ഒരു സിഗ്നൽ വെക്കണം ഇവിടെ. ഇതിപ്പോൾ അയാൾ മെഡിക്കൽ കോളേജിലാണ്. വണ്ടി ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ലോ അല്ലേ? വണ്ടി നിർത്തുമ്പോൾ അപകടം പറ്റി നിർത്തുമ്പോൾ എന്തെങ്കിലും സിഗ്നൽ വെക്കണം. ഇല്ലെങ്കിൽ ഒരു വണ്ടി നിർത്തി പോകുമ്പോൾ ഇതിൽ ഡ്രൈവർമാർ വരാറില്ല അവിടെ. ഈ വണ്ടി ഇവിടെ നിർത്തി പോകുമ്പോൾ ഇത്തിരി വലിയ വണ്ടി നിർത്തുമ്പോൾ ഡ്രൈവർമാർ ക്ലീനർമാർ വേണ്ടേ? ഇതാവരും ഇല്ല ഇവിടെ. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.